നമസ്കാരം. +1 ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേവ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സിലബസ് പരിചയപ്പെടാം. വേവ്സ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് 2 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവും ദ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവും. ഈ 2 ടോപ്പിക്കും കൂടി ടോട്ടൽ 2 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡബിൾ മാർക്കിനുള്ളത് കൊണ്ട് തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ പഠിക്കണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോക്കസ് ഏരിയയിലോട്ട് കിടക്കാം. ആദ്യമായി എന്താണ് വേവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേവ്സ് ആർ ദ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട് വിത്തൗട്ട് ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ ആസ് എ ഹോൾ. എന്ന് പറഞ്ഞാൽ വേവ് എന്ന് പറഞ്ഞാൽ ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. എനർജി ഒരു സ്ഥലത്ത് നിൽക്കുന്ന എനർജിക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകണം. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന ഈ പൊസിഷനിൽ കുറച്ച് എനർജി ഉണ്ട്. ഓക്കെ, ഈ എനർജിക്ക് ഈ ബി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് പോകണം. അതായത് എനർജിക്ക് ട്രാവൽ ചെയ്യണം. എനർജി ട്രാവൽ ചെയ്യുന്നത് വേവ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലേ? ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട്. മീഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ്. വിത്തൗട്ട് ദ ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ. ഇവിടെ ഈ വേവ് ആയിട്ട് ഇവിടുന്ന് എനർജി വേവ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെ വേവ് ആയിട്ട് പോകുമ്പോൾ ഈ വേവ് മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള പാർട്ടിക്കിൾസ്, ഇവിടെ ഇതിപ്പോൾ എയറിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ എയറിലുള്ള എയർ മോളിക്യൂൾസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുന്നില്ല. വാട്ടറിലാണെങ്കിൽ വാട്ടർ ട്രാവൽ ചെയ്ത് വരുന്നില്ല. ആക്ച്വൽ ഫ്ലോ ആസ് എ ഹോൾ നടക്കുന്നില്ല. അതായത് ഇത്രയും ഭാഗത്തുള്ള ഈ മോളിക്യൂൾസ്, ഇത്രയും ഭാഗത്തുള്ള പാർട്ടിക്കിൾസ് മൊത്തവും കൂടെ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് വേവിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ വേവ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ്. എനർജി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത് വേവ് ആയിട്ടാണ്. ഇനി വേവുകൾ 3 ടൈപ്പാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് വേവ്സ്. 1 മെക്കാനിക്കൽ വേവ്, 2 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, 3 മാറ്റർ വേവ്. ഈ 3 വേവും എന്താണ് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമുള്ള വേവിനെയാണ് മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു മീഡിയത്തിലൂടെ മാത്രമേ അത് കടന്നു പോകൂ. മീഡിയം എന്ന് പറയുമ്പോൾ അതൊരു ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. ഏതെങ്കിലും ഒരു മീഡിയം വേണം. അതായത് അവിടെ പാർട്ടിക്കിൾസ് വേണം. പാർട്ടിക്കിൾസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ വേവിന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വേറൊരു പേര് നോൺ മെക്കാനിക്കൽ വേവ് എന്നാണ്. അതായത് മെക്കാനിക്കൽ വേവ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ മീഡിയം ആവശ്യമാണെങ്കിൽ ഇവിടെ മീഡിയം ആവശ്യമില്ല. മീഡിയം ഇല്ലാതെ തന്നെ ട്രാവൽ ചെയ്യുന്ന വേവ്സിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സൂര്യനിൽ നിന്നാണ് നമ്മുടെ എർത്തിലോട്ട് ലൈറ്റ് വരുന്നത്. അപ്പോൾ സണ്ണിൽ നിന്ന് എർത്ത് വരെ എത്തുന്ന ഇതിനിടയിലുള്ള ഗ്യാപ്പിൽ ഫുള്ള് ഒരു മീഡിയവും ഇല്ല. വാക്വത്തിൽ കൂടെയാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ വാക്വത്തിൽ കൂടി വരുന്ന ലൈറ്റ് ഒരു വേവാണ്. അപ്പോൾ അങ്ങനെ ലൈറ്റ് എന്ന് പറയുന്ന ആ വേവിന് ട്രാവൽ ചെയ്യാൻ അവിടെ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. മീഡിയം ഇല്ലാതെ തന്നെ വരുന്നു. ലൈറ്റിനകത്ത് പല ടൈപ്പ് വേവുകളുണ്ട്. അതായത് ഗാമ റേസ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്, അതേപോലെ വിസിബിൾ ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ലൈറ്റുകൾ ചേർന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, സണ്ണിൽ നിന്ന് നമ്മുടെ എർത്തിലെത്തുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേവുകളെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ അകത്ത് വരുന്നതാണ്. ഇതിനൊന്നും മീഡിയം ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ടൈപ്പ് വേവാണ് മാറ്റർ വേവ്. മാറ്റർ വേവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളുകളുടെ മോഷനുമായി ബന്ധപ്പെട്ട വേവാണ് മാറ്റർ വേവ്. അതായത് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാസ്സുള്ള പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതൊരു വേവായിട്ട് മൂവ് ചെയ്യുന്നു. ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിൽ അത് പഠിക്കാനില്ല, ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ടോപ്പിക് ആയതുകൊണ്ട് പഠിക്കണ്ട. ഓക്കെ, ഇതിൽ ഈ മെക്കാനിക്കൽ വേവുകളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമുള്ള വേവുകളാണ്. ആ മെക്കാനിക്കൽ വേവുകളെ നമ്മൾ പിന്നെയും 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ വേവ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്.
രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നുള്ളൊരു വെയ്ഗ് ഐഡിയ നിങ്ങളുടെ കയ്യിൽ വേണം. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഒരു വേവ് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിളുകളാണ് ഇങ്ങനെയുള്ള പാർട്ടിക്കിളുകളാണ് ഈ മീഡിയത്തിലുള്ളത്. അപ്പോൾ ഈ പാർട്ടിക്കിളുകളെല്ലാം വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് വേവ് റൈറ്റിലോട്ട് പോകുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ മുകളിലോട്ടും താഴോട്ടുമായിരിക്കും ഈ പാർട്ടിക്കിളുകൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഒരു വേവിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മുകളിലോട്ട് വരുന്നു, ഈ പാർട്ടിക്കിൾ ഇത്രയും മുകളിലോട്ട് വരുന്നു, ഈ പാർട്ടിക്കിൾ ഇത്ര വരുന്നു, ഈ പാർട്ടിക്കിൾ ഇത്ര വരുന്നു, ഇത് ഇങ്ങനെ ഇത്ര താഴോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മോഷന് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് നോക്കിയാൽ നമ്മളത് കണ്ടിട്ടുള്ള ഔട്ട്ലൈൻ ആയിരിക്കും. ഇതാ ഈ പാർട്ടിക്കിളുകളുടെ ഔട്ട്ലൈൻ വരച്ച് നോക്കിയാൽ നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ വേവ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് വേവിനെ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്വേഴ്സ് വേവാണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ ടൈപ്പ് വേവ്. ഇനി രണ്ടാമത്തെ വേവാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ എലോങ് ദ ലെങ്താണ്. അതായത് ഈ വേവ് റൈറ്റിലോട്ടാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മീഡിയത്തിലുള്ള ഈ പാർട്ടിക്കിൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഈ വേവിൻ്റെ ഡയറക്ഷന് പാരലലായിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും വൈബ്രേറ്റ് ചെയ്യും. അതേപോലെ എല്ലാ പാർട്ടിക്കിൾസും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ യൂട്യൂബിൽ കയറിയാൽ അതിൻ്റെ ആനിമേഷൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ഇനി ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു കുളത്തിലോട്ട് ഒരു കല്ലെടുത്തിടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളത്തിൽ ഓളങ്ങളുണ്ടാവും, റിപ്പിൾസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ ആ റിപ്പിൾസ് ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. ഓക്കെ, അതേപോലെ കടലിലുണ്ടാകുന്ന തിരമാലയൊക്കെ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. അതേപോലെ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ വേവ് പോകുന്ന ഡയറക്ഷനെ നമ്മൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നാണ് വിളിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്നും, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പാരലൽ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നും വിളിക്കുന്നു. ദ മോഷൻ ഓഫ് മെക്കാനിക്കൽ വേവ്സ് ഈസ് ബൈ ദ ഓസിലേഷൻസ് ഓർ വൈബ്രേഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം. നമ്മൾ ഈ പറഞ്ഞ മെക്കാനിക്കൽ വേവ് അത് ട്രാൻസ്വേഴ്സ് ആയാലും ശരി ലോഞ്ചിറ്റ്യൂഡിനായാലും ശരി അത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? ബൈ ദ ഓസിലേഷൻസിൻ്റെ വേറൊരു പേരാണ് വൈബ്രേഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം. ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് വേവ് മുന്നോട്ട് പോകുന്നത്. അതിന് പാരലായിട്ടോ പെർപെൻഡിക്കുലറായിട്ടോ വൈബ്രേറ്റ് ചെയ്യാം. അങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വൈബ്രേറ്റ് ചെയ്താൽ അതിനെ ട്രാൻസ്വേഴ്സ് എന്നും, പാരലാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളൊരു വേർഡാണ് പ്രോഗ്രസീവ് വേവ്. പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ചു നോക്കാം. ദ വേവ്സ് ട്രാവലിംഗ് ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട് ആർ കോൾഡ് ട്രാവലിംഗ് വേവ് ഓർ പ്രോഗ്രസീവ് വേവ്. അതായത് നമ്മുടെ മീഡിയത്തിൻ്റെ, നമ്മളിപ്പോൾ എയറാണ് മീഡിയമായിട്ട് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എ എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഇവിടെ നിന്ന് ഒരു വേവ് പ്രൊഡ്യൂസ് ആവുകയാണ്. ഈ വേവ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ വേവ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇങ്ങനെ പോകുന്ന വേവ് തിരിച്ചു വരുന്നില്ല. അതായത് വേവ് ഒരു ഡയറക്ഷനിൽ തന്നെ പൊക്കോണ്ടേയിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന വേവുകളെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രോഗ്രസീവ് വേവ് എന്ന് വിളിക്കുന്നത്. ദ വേവ്സ് ട്രാവലിംഗ് ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ. ഈ മീഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന വേവുകളെയാണ് പ്രോഗ്രസീവ് വേവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെ വേറൊരു പേരാണ് ട്രാവലിംഗ് വേവ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എല്ലാ വേവുകളും ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെ അതിനെ പ്രോഗ്രസീവ് വേവ് എന്ന് വിളിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. പ്രോഗ്രസീവ് അല്ലാത്ത വേവുകളും ഉണ്ട്. അതിനെ നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റാൻഡിങ് വേവ്സ് ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കത്തില്ല. അത് ഒരു 2 പോയിൻറ്റിന് ഇടയ്ക്ക് അവിടെ സ്റ്റാൻഡിങ് ആയിരിക്കും. അത് അവിടെ തന്നെ ആയിരിക്കും, സ്റ്റേഷനറി ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനത്തെ വേവുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ അത് ഫോക്കസ് ഏരിയയിലുള്ളതല്ല. അപ്പോൾ നിങ്ങളത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പ്രോഗ്രസീവ് വേവിൻ്റെ ഡെഫിനിഷൻ വായിച്ച് പഠിച്ചു വെച്ചേക്കുക.
The waves traveling from one part of a medium to another are called traveling or progressive wave. ഈ പ്രോഗ്രസീവ് വേവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ്. ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഡിസ്പ്ലേസ് ആവുന്നത്. നമ്മളിവിടെ പറഞ്ഞിരുന്നു ഒരു വേവ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമുക്കൊരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കാം ഉദാഹരണത്തിന്. അപ്പോൾ ഈ പോകുന്ന ഡയറക്ഷൻ നമുക്ക് എക്സ് ഡയറക്ഷൻ ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലെ പാർട്ടിക്കിൾസ് പെർപെൻഡിക്കുലറായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനെ നമുക്ക് വൈ ഡയറക്ഷൻ എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സ് ഡയറക്ഷനിൽ വേവ് ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ വൈ ഡയറക്ഷനിൽ എത്ര മൂവ് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവിൻ്റെ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈ ഡയറക്ഷനിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന റിലേഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഓക്കെ, ടു റെപ്രസെൻറ്റ് എ ട്രാവലിംഗ് വേവ്. ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് വേവ് തന്നെയാണ്. ഒരു ട്രാവലിംഗ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാനായി വി നീഡ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ എക്സ് ആൻഡ് ടൈം ടി. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കാൻ നമുക്ക് രണ്ട് വേരിയബിൾസ് ആവശ്യമാണ്. ഒന്നാമത് നമ്മളിവിടെ പറഞ്ഞ ഈ ഗ്രാഫിൽ പറഞ്ഞ എക്സ് ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കിളാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം. രണ്ടാമത്തത് ഏത് സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത്. നമുക്കറിയാം ഈ ഒരു പാർട്ടിക്കിൾ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിൽ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും, രണ്ടാമത്തെ സെക്കൻഡ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വേറെ ആയിരിക്കും, രണ്ടാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വേറെ ആയിരിക്കും. അപ്പോൾ ഏത് സമയത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത് എന്നും പറയണം, ഏത് പൊസിഷനിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത് എന്നും നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ടു റെപ്രസെൻറ്റ് എ ട്രാവലിംഗ് വേവ് വി നീഡ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ എക്സ് ആൻഡ് ടൈം ടി. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനിൽ എക്സും വരണം ടിയും വരണം. ഈ ട്രാൻസ്വേഴ്സ് വേവ്, നമ്മളിവിടെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷനാണ് ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനമേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ പഠിക്കും. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നമ്മൾ തൊട്ട് മുമ്പ് വരച്ച ആ ഒരു ഡയറക്ഷനാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ പോകുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഇക്വേഷൻ വൈ ഓഫ് എക്സ് ആൻഡ് ടി, വൈ ഓഫ് എക്സ് ടി. അതായത് വൈ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിൾ വൈ ഡയറക്ഷനിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുന്നു, എക്സ് എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിലുള്ള പാർട്ടിക്കിളാണ്, ടി എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ്. അതാണ് ഇതൊരു ഫംഗ്ഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ളതാണ് ഒരു പ്രോഗ്രസീവ് വേവ് എക്സ് ഡയറക്ഷനിലാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ. ഇതിൽ കെ എന്താണ്, ഒമേഗ എന്താണ്, ഫൈ എന്താണ്, എ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാം. ഇനി അതേപോലെ ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനല്ലേ ഇവിടെ പറഞ്ഞാൽ, അതേപോലെ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിലുള്ള ഇക്വേഷനും കൂടെ പഠിക്കണം. എ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇവിടെ മൈനസ് ഉണ്ട്, ഇത് നെഗറ്റീവ് എക്സ് എന്നാണ്. ഓക്കെ, മൈനസ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, വൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ എഴുതുക. വൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒരു വ്യത്യാസമില്ല, കെ എക്സ് ഒരു വ്യത്യാസമില്ല, പക്ഷേ ഇവിടെ മൈനസ് ഒമേഗ ടി കൊടുത്ത സ്ഥലത്ത് ഇവിടെ പ്ലസ് ഒമേഗ ടി എന്ന് കൊടുക്കുക, പ്ലസ് ഫൈവ് അതും വ്യത്യാസമില്ല. അപ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവും, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. ഓക്കെ, ഇനി നമുക്കിതിലെ ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. വൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ എക്സ് ആൻഡ് ടൈം ടി എന്നാണ്. അത് നമ്മളിവിടെ പറഞ്ഞിരുന്നു. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ നേരത്തെ വരച്ച ഒരു വേവ് ഇല്ലേ, അപ്പോൾ ഈ വേവിനെ നമുക്കിവിടെ ഇവിടെ വരയ്ക്കാം. ഇങ്ങനെ ഈ വേവിനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ വേവിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കിതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അടയാളപ്പെടുത്താൻ പറ്റും. സീറോയിൽ നിന്ന്, അതായത് ഈ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് മാക്സിമം എത്ര ഹൈറ്റ് വരെ ഈ ഒരു പാർട്ടിക്കിൾ പോകുന്നു, ഈ ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് എഴുതുന്നത്. ആംപ്ലിറ്റ്യൂഡിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ എ കൊടുക്കാം.
ഇവിടെ സ്മോൾ ആണ് കൊടുത്തിരിക്കുന്നത്, ഏത് കൊടുത്താലും പ്രശ്നമില്ല. ഓക്കെ, ഇനി ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒമേഗ. ആംഗുലാർ ഫ്രീക്വൻസി എന്നോ ആംഗുലാർ വെലോസിറ്റി എന്നോ ഒക്കെ പറയാം. ഒമേഗയുടെ ഇക്വേഷൻ നമുക്കറിയാം, 2π/t എന്നാണ്, അല്ലെങ്കിൽ 2πν എന്നാണ്. ഇവിടെ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആംഗുലാർ ഫ്രീക്വൻസി കിട്ടും. ഇനി ഇവിടെ കെ എന്ന് പറയുന്നൊരു ടേം ഉണ്ടായിരുന്നു. കെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ടേമാണ്. കെ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ എന്നാണ്. ആംഗുലാർ വേവ് നമ്പർ. കെയുടെ ഇക്വേഷനും കൂടെ പഠിച്ചു വെച്ചേക്കണം. കെ ഈസ് ഈക്വൽ ടു 2π/λ ആണ്. 2π/λ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഒരു ഫുൾ വേവിൻ്റെ നീളത്തിനെയാണ് വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പിന്നെ ഉള്ളത് എക്സും ടിയും ആണ്. എക്സും ടിയും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഉള്ളത് ഫൈ ആണ്. ഈ ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. അതിവിടെ എഴുതിയിട്ടില്ല. ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ സൈനിൻ്റെ അകത്ത് നമ്മൾ ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന മൊത്തം ടേം എന്താണ്? kx - ωt+5 അല്ലെങ്കിൽ kx + ωt+5. ഓക്കെ, ഈ ഒരു ടേം ഇത് മൊത്തത്തിനെയും കൂടെ നമ്മൾ വിളിക്കുന്നത് ഫേസ് ആംഗിൾ എന്നാണ്, അല്ലെങ്കിൽ സിംപ്ലി ഫേസ് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഓക്കെ, kx - ωt+5 അല്ലെങ്കിൽ kx + ωt+5 നമ്മൾ വിളിക്കുന്നത് ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് എന്നാണ്. ഫോർ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഒരു ലോഞ്ചിറ്റ്യൂഡ്, നമ്മൾ ഇത്രയും പഠിച്ചതെല്ലാം ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഇക്വേഷൻ കൂടെ പഠിക്കണം. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ എലമെൻറ്റ് ഓഫ് ദ മീഡിയം ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ കേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ വേവ് എങ്ങോട്ടാണോ പോകുന്നത് അതിന് പാരലായിട്ടായിരിക്കും അതിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലാണ് അതിലെ മീഡിയത്തിലെ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഫോർ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ക്യാൻ ബി റിട്ടേൺ ആസ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ അവിടെ നമുക്ക് y എന്നെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ട്രാൻസ്വേഴ്സ് വേവിന് മാത്രമാണ് y എടുക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവിൽ എക്സ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ y ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ എക്സ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റും എക്സ് ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ 2 തവണ എക്സ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളവിടെ ഡിസ്പ്ലേസ്മെൻറ്റിന് എസ് എന്നുള്ള ലെറ്ററാണ് കൊടുക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി ഈസ് ഈക്വൽ ടു a sin kx - ωt+5. ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതുന്നത് അല്ലേ? a sin kx - ωt+5. ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ 2 ഇക്വേഷൻസ് ആണ്. ഈ 2 ഇക്വേഷൻസ് ചോദിക്കാം. ഇതിലെ ഓരോ ടേമും എന്താണെന്ന് ചോദിക്കാം. അതിൻ്റെ ഇവിടെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ചോദിക്കാം. അതേപോലെ ഇതിൻ്റെയൊക്കെ വാല്യൂ തന്നിട്ട് കണ്ടുപിടിക്കാനും പറയാം. ഓക്കെ, അല്ലെങ്കിൽ ന്യൂമറിക്കൽസും ചോദിക്കാം. ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ന്യൂമറിക്കൽസൊക്കെ നമുക്ക് ചെയ്യാം. ഈ ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാം. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ കൂടെ പഠിച്ചു വെച്ചേക്കുക. അടുത്തതായി നമുക്ക് കുറച്ച് ടേംസിൻ്റെ ഡെഫിനിഷനാണ് പഠിക്കാനുള്ളത്. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ കൊടുത്തത് എ എന്നുള്ള ലെറ്ററാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ. അത് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് നമ്മളിവിടെ ഇങ്ങനെ ഒരു വേവ് വരയ്ക്കുകയാണ്. ഇപ്പോൾ വേവ് വരയ്ക്കുമ്പോൾ ഇത് ട്രാൻസ്വേഴ്സ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ വേവിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വേവ് റൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസ് മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ മുകളിലോട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പോകുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്. ഈ ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് വിളിക്കുന്നത്. അത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് ഇവിടെയാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഫ്രം ദെയർ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് y മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ബട്ട് എ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് മുകളിലോട്ടും ആവാം താഴോട്ടും ആവാം. അതായത് പോസിറ്റീവ് y ഡയറക്ഷനും ആവാം നെഗറ്റീവ് y ഡയറക്ഷനും ആവാം. ഓക്കെ, പക്ഷേ ഇവിടെ ആംപ്ലിറ്റ്യൂഡായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതെപ്പോഴും പോസിറ്റീവ് വാല്യൂ എടുക്കണം. ആംപ്ലിറ്റ്യൂഡിന് പ്ലസ് സൈൻ തന്നെ കൊടുക്കുക. ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് എടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി പറയുന്നത് എന്താണ് ഫേസ് എന്നാണ്. ഫേസ് എന്താണ് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞിരുന്നു. എന്താണ്? എ സൈൻ എന്ന് എഴുതിയതിന് ശേഷം ഈ സൈനിൻ്റെ അകത്ത് അതിൻ്റെ ആംഗിളായി വരുന്ന ഈ ടോട്ടൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന മൊത്തം ടേമിനെയാണ് നമ്മൾ ഫേസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ സൈനിൻ്റെ ആംഗിൾ ആയിട്ട് എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ആർഗ്യുമെൻറ്റ് എന്നാണ്. ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈനിൻ്റെ ആംഗിളായിട്ട് എഴുതുക. ഓക്കെ, സൈനിൻ്റെ ആയാലും കോസിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ഫുൾ ആംഗിളായിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ക്വാണ്ടിറ്റി കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 5 അപ്പിയറിംഗ് ആസ് ദ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദ സൈൻ ഫംഗ്ഷൻ. ഈ സൈൻ ഫംഗ്ഷൻ്റെ ആംഗിളായിട്ട് വരുന്ന കെ എക്സ് മൈനസ് ഓർ പ്ലസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ആ ഒരു ടേം, ഓക്കെ, ഓഫ് സൈൻ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഫേസ് ഓഫ് ദ വേവ്. ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദ ക്വാണ്ടിറ്റി കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5 അപ്പിയറിംഗ് ആസ് ദ ആർഗ്യുമെൻറ്റ് ഓഫ് ദ സൈൻ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഫേസ് ഓഫ് ദ വേവ്. ഇതിൻ്റെ അകത്ത് ഈ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഈസ് ദ ഫേസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ടി ഈസ് ഈക്വൽ ടു 0. ഹെൻസ് ഫൈ ഈസ് കോൾഡ് ഇനിഷ്യൽ ഫേസ് ആംഗിൾ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും വരച്ച വേവുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ 0 പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് അങ്ങനെ അല്ലാതെയും ഒരു വേവിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ വേവിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോൾ ഇത് 0യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ ഒരു ഇനിഷ്യൽ ആംഗിൾ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഇനിഷ്യൽ വാല്യൂ ഉണ്ട്. ആ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0, എക്സിന് 0 ആയിട്ടുള്ള വാല്യൂ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതേപോലെ ടിക്ക് 0 ആണ് സ്റ്റാർട്ടിംഗ് ടൈം. സ്റ്റാർട്ടിംഗ് പോയിന്റിലും സ്റ്റാർട്ടിംഗ് ടൈമിലും ഉള്ള ഫേസിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, സൈനിൻ്റെ ആംഗിളിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിഷ്യൽ പോയിന്റിലുള്ള ഇനിഷ്യൽ ടൈമിൽ ഇനിഷ്യൽ പൊസിഷനിലുള്ളതായതുകൊണ്ട് നമ്മളിതിനെ ഈ ഫൈയെ വിളിക്കുന്ന പേര് ഇനിഷ്യൽ ഫേസ് എന്നും വിളിക്കാറുണ്ട്. ഇനിഷ്യൽ ഫേസ് എന്നോ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻറ്റ് എന്നോ വിളിക്കാം. ഇനിഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെയും ഫേസിൻ്റെയും ഡെഫിനിഷൻസ് പഠിച്ചു വെച്ചേക്കുക. ഇനി ഒരു വേർഡ് കൂടെ പഠിക്കാം, വേവ് ലെങ്ത്. വേവ് ലെങ്ത് നമ്മളവിടെ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. എന്താണ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു വേവ് വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു വേവ് പോകുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ വായിച്ചിട്ട് അതിനകത്ത് പറഞ്ഞുതരാം. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ്സ് ഇൻ എ വേവ്. രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ളതോ രണ്ട് ട്രഫുകൾക്കിടയിലുള്ളതോ ആയിട്ടുള്ള ഡിസ്റ്റൻസിനാണ് വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഇക്വിലിബ്രിയം പൊസിഷൻ്റെ മുകളിലേക്കുള്ള ഈ ഒരു കയറ്റത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്രസ്റ്റ്. അതായത് ഇത് ഇത്രയും ഒരു ക്രസ്റ്റാണ്. അതേപോലെ താഴോട്ട് പോകുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. മുകളിലേക്കുള്ളതിനെ ക്രസ്റ്റ് എന്നും താഴേക്കുള്ളതിനെ ട്രഫ് എന്നും വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കൺസിക്യൂട്ടീവ് ക്രസ്റ്റ്, കൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള, അതായത് ഇതൊരു ക്രസ്റ്റാണ്, ഇതൊരു ട്രഫാണ്, ഇതൊരു ക്രസ്റ്റാണ്, ഇതൊരു ട്രഫാണ്. അപ്പോൾ ക്രസ്റ്റ് ട്രഫ് ക്രസ്റ്റ് ട്രഫ് ക്രസ്റ്റ് ട്രഫ് എന്നും പറഞ്ഞാണ് ഒരു വേവ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ക്രസ്റ്റിൻ്റെയും രണ്ടാമത്തെ ക്രസ്റ്റിൻ്റെയും ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. വേവ് ലെങ്തിന് കൊടുക്കുന്ന സിമ്പിൾ ലാംഡ എന്നാണ്. ലാംഡയുടെ യൂണിറ്റ് എന്തായിരിക്കും? ലെങ്ത് അല്ലേ? അപ്പോൾ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അതുകൊണ്ട് വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ നമുക്ക് രണ്ട് ക്രസ്റ്റിനിടയ്ക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് മാത്രമല്ല, വേണമെങ്കിൽ രണ്ട് ട്രഫിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്നും പറയാം. രണ്ട് ട്രഫിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇതിവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയായിരിക്കും വരുന്നത്. ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. ഞാൻ ഇവിടെ വരച്ചത് യൂണിഫോം അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് ഡിഫറൻ്റ് ആയി തോന്നുന്നത്. പക്ഷേ രണ്ട് ക്രസ്റ്റിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എടുത്താലും രണ്ട് ട്രഫിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എടുത്താലും സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെ അല്ലാതെയും നമുക്ക് വേവ് ലെങ്ത് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് 0 പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത, 0യിൽ നിന്ന് കൂടിപ്പോകുന്ന പൊസിഷൻ അല്ലേ. ഇതിങ്ങനെ പോയി ഒരു ക്രസ്റ്റ് കംപ്ലീറ്റ് ആയി, പിന്നെ ഒരു ട്രഫും കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ലെങ്ത് കണ്ടുപിടിച്ചാലും അത് ലാംഡ തന്നെ ആയിരിക്കും. ഇതും വേവ് ലെങ്താണ്. ഒരു ക്രസ്റ്റിൻ്റെ നീളവും ഒരു ട്രഫിൻ്റെ നീളവും കൂടെ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ വേവ് ലെങ്തിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് അല്ലെങ്കിൽ 2 കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ട്രഫ്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എ ഫുൾ വേവ്. ഒരു ഫുൾ വേവ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് ഒരു ഫുൾ വേവ്. ഓക്കെ, അതാണ് വേവ് ലെങ്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുള്ളൂ, അതുകൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും. അത് നമുക്ക് അടുത്ത ദിവസം രണ്ടാമത്തെ പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.